ബ്ലൂ മൗണ്ടൻസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് ചാനലിൻ്റെ ഏറ്റവും വലിയ വിജയം. ഇതുവരെ നിങ്ങൾ നൽകിയ എല്ലാ സപ്പോർട്ടിനും ഹൃദയം തൊട്ട് നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഹവായിയൻ പ്രയറിനെ പറ്റിയിട്ടാണ്. ഇതിലൂടെ നമുക്ക് നമ്മുടെ സമ്പത്ത്, അതുപോലെ ആരോഗ്യം, നമ്മുടെ അബണ്ടൻസ്, നമ്മുടെ റിലേഷൻഷിപ്പ്, അതുപോലെ വളരെയധികം കാര്യങ്ങൾ നമ്മളുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് എന്തെല്ലാം നേടണോ അതെല്ലാം നമുക്ക് ഈ ഒരു ഹോ ഓപ്പണോപ്പണോ പ്രയറിലൂടെ നേടാവുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് എന്നല്ലേ? ഈ പ്രെയർ എന്ന് പറയുന്നത് ഹവായ് എന്നുള്ളൊരു ദ്വീപുണ്ട്. അവിടെ വളരെ പ്രാചീന കാലം തുടങ്ങി അവിടെയുള്ള ജനങ്ങൾ ഈ ഒരു പ്രെയർ ഉപയോഗിച്ചിട്ടാണ് അവരുടെ എല്ലാ തരത്തിലുള്ള ഹീലിങ്ങും നടത്തിപ്പോന്നിരുന്നത്. അപ്പോൾ ഇതാകെ ഒരു 4 ഫ്രേസസ് ആണ്, ചെറിയ ചെറിയ ഓരോ സെൻറ്റൻസ്, ഓരോ വാക്യങ്ങളായിട്ട്. പക്ഷേ അതിൻ്റെ പവർ എന്ന് പറയുന്നത് അത്യുജ്വലമായ ഒരു പവർ. അതായത് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നമുക്ക് ധനം, അതുപോലെ നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ ആരോഗ്യം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ സമ്പത്തുകൾ തന്നെയാണ്. ഒരു കാര്യത്തിന് അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് ബാലൻസ് ചെയ്യാനായിട്ടൊന്നും നമുക്ക് ആർക്കും സാധിക്കില്ല. ഇതെല്ലാം നമുക്ക് വളരെ കറക്റ്റായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതം സമ്പൂർണ്ണമാവുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഹവായിയൻ ദ്വീപുകളിൽ ഈ ആളുകൾ ഇത് തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് അവരുടെ റിലേഷൻഷിപ്പും, അവരുടെ മണി പ്രോബ്ലംസും, അതുപോലെ അവരുടെ ഹെൽത്ത് പ്രോബ്ലംസും, അതുപോലെ എല്ലാ കാര്യങ്ങളും, അവർക്ക് എന്തെല്ലാം പ്രതിസന്ധി ആണ് അവരനുഭവിക്കുന്നതെങ്കിൽ അതൊക്കെ റിസോൾവ് ചെയ്തിരുന്നത്, അതൊക്കെ അവർ ഇല്ലായ്മ ചെയ്തിരുന്നത് ഈ ഒരു പ്രയറിലൂടെയാണ്. ഡോക്ടർ ഹ്യൂലൻ എന്നു പേരുള്ള ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു മാനസിക രോഗികളുടെ ഒരു ഹീലിംഗ് ചെയ്യാൻ വേണ്ടി ഒരു അവസരം കിട്ടി. പക്ഷേ ആ ദ്വീപിലേക്ക്, ഈ ഒരു മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ഒന്ന് പോവാൻ പോലും എല്ലാവർക്കും മടിയായിരുന്നു. അതായത് അവരത്രയും അക്രമവാസനയുള്ള ഒരു കൂട്ടം ജനങ്ങളായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ഒരു അവസരം കിട്ടിയപ്പോൾ ഇദ്ദേഹം എന്ത് വിചാരിച്ചു എന്ന് വെച്ചാൽ, നേരിട്ട് പോയി കണ്ടില്ല, ഈ ഒരു ഹവായിയൻ പ്രയർ ഉപയോഗിച്ച് അവരെ ഹീൽ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇവരുടെ എല്ലാവരുടെയും ഒരു ഫയലിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടേക്ക് പോയി ഇവരുടെ ഓരോ ഫയലും എടുത്തുകൊണ്ട് ഈ രോഗത്തിൻ്റെ മുഴുവനും ഉത്തരവാദിത്തം അദ്ദേഹം തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഓരോ ഫയൽ അദ്ദേഹത്തിൻ്റെ കയ്യിലെടുത്ത് ഓരോ ആൾക്കാരുടെ പേരും അവരുടെ അനുഭവ കാര്യങ്ങളെല്ലതും അതിൽ വളരെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എഴുതി വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ഓരോരുത്തരുടെ പേര് വായിച്ച് അത് മുഴുവൻ മനസ്സിലാക്കുമ്പോൾ ആ ഒരു ഫയൽ എടുത്തുകൊണ്ട് അദ്ദേഹം അവർക്ക് വേണ്ടി ഹോ ഓപ്പണോപ്പണോ പ്രയർ ചെയ്തു എന്നാണ് പറയണത്. അങ്ങനെ ചെയ്തപ്പോൾ ഇവരുടെ എല്ലാ രോഗികളുടെയും ഈ ഒരു അക്രമവാസന കുറഞ്ഞു വന്ന് അതിലത്തെ എല്ലാ ആളുകളും വളരെ സമസ്ഥിതിയിലെത്തി, അതൊരു സമനിലയിലെത്തി. അവരുടെ ആ ഒരു മാനസിക നിലയൊക്കെ വളരെ കറക്റ്റായി. എന്നിട്ട് അവരവരുടെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു അവസരം പോലും കിട്ടി ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവൃത്തിയിലൂടെ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത് ശാസ്ത്രീയപരമായിട്ട് ഒരു ഡോക്ടർ, ഒരു സൈക്കോളജിസ്റ്റായ ഡോക്ടർ ഹ്യൂലൻ അങ്ങനെ ഒരു മെൻ്റലി അങ്ങനെ ഒരു ഇല്ലായിട്ടുള്ള വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന പേഷ്യൻസിനെ ഹീൽ ചെയ്ത ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് കൂടിയായിരുന്നു ഇത്. അപ്പോൾ ഈ ഒരു 4 പവർഫുള്ളായിട്ടുള്ള ഈ ഫ്രേസസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്കത് ഹീൽ ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഞാനൊരു ചെറിയൊരു പിണക്കത്തിലായി. അപ്പോൾ ഞാൻ എന്താ വിചാരിക്കുക എന്ന് വെച്ചാൽ,
അവൾ അങ്ങനെ ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ അവൻ അങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ എനിക്കിങ്ങനെ പറയേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ അവരെയാണ് ബ്ലെയിം ചെയ്യുക. എന്ത് കാര്യം നമ്മൾ മറ്റുള്ളവരെയാണ് ബ്ലെയിം ചെയ്യുക. അപ്പോൾ അങ്ങനെയല്ലാതെ ആ ഒരു ഉത്തരവാദിത്തം അവളങ്ങനെ ചെയ്തു എങ്കിലും ആ ഒരു ഉത്തരവാദിത്തം ഞാൻ തന്നെ കംപ്ലീറ്റായിട്ട് ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു കുട്ടി എൻ്റെ ഒരു ഫ്രണ്ടിനെ മനസ്സിൽ കണ്ടിട്ട് അവളോട് ഞാൻ എന്ത് പറയാണ്, ഐ എം സോറി, ഞാൻ നിന്നോട് ചെയ്തതിന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. പ്ലീസ് ഫോർഗീവ് മീ, നീ എന്നോട് പൂർണ്ണമായും ക്ഷമിക്കുക. താങ്ക് യു, നീ എന്നോട് ക്ഷമിച്ചതിന് നന്ദി. ഐ ലവ് യു, ഞാൻ നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു 4 ഫ്രേസസാണ്. ഇത് നമ്മൾ എത്രത്തോളം നമ്മൾ ഫീൽ ചെയ്ത് പറയുന്നു അത്രത്തോളം നമുക്ക് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു ബോഡീനെ ഹീൽ ചെയ്യാനാണ്. ഇപ്പോൾ നമ്മുടെ ഒരു കൈയോ അല്ലെങ്കിൽ ഒരു കാലോ എന്തെങ്കിലും ഒരു മുറിവോ എന്തെങ്കിലും ഇപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും പറ്റിയെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്കറിയാം നമ്മുടെ കൈയും കാലും അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നന്നായി ഫങ്ഷൻ ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സുഖമായിട്ട് ജീവിക്കാൻ പറ്റിയത്, അല്ലേ? അപ്പോൾ ഇത്ര നാളും എന്ത് ചെയ്തു? ബോഡി നമ്മളെ സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബോഡീനെ മനസ്സിൽ നല്ലോണം ആ ഒരു ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്തിട്ട് ആ ബോഡീനെ എന്ത് ചെയ്യുക, ഞാൻ അഥവാ ഏതെങ്കിലും രീതിയിൽ ഞാൻ എപ്പോഴെങ്കിലും അറിയാതെയും അറിഞ്ഞിട്ടൊക്കെ ആയിട്ട് ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ ഈ കാലിനോ അല്ലെങ്കിൽ കൈക്കോ ഇങ്ങനെ നമ്മൾ പറയും, ഈ കൈ അല്ലെങ്കിൽ കാല്, അങ്ങനെ നമ്മളിങ്ങനെ ഇതായിട്ട് പറയില്ല. ഇത് നമ്മളിങ്ങനെ നെഗറ്റീവായിട്ടും നമ്മുടെ ബോഡീനെ പറ്റി പറയും. ചിലവർ എത്ര ഭംഗിയുണ്ടെങ്കിലും വിചാരിക്കും എനിക്ക് തീരെ ഭംഗിയില്ല, മറ്റുള്ളവരെ കാണാനാണ് ഭംഗിയെന്ന്. അതുപോലെ എത്ര ആരോഗ്യമുള്ളൊരു ശരീരമുള്ള ആളാണെങ്കിലും വിചാരിക്കും കണ്ട എനിക്കിപ്പോൾ അവിടെ വയ്യ ഇവിടെ വയ്യ. പക്ഷെ നമ്മൾ അത്രയും സമയം അത്രയും കാലം നമ്മളെ നോക്കിക്കൊണ്ടുവന്ന് നമ്മുടെ ഈ ഒരു ശരീരം, നമ്മൾ എന്ന് പറഞ്ഞത് നമ്മുടെ ശരീരമാണ്. അപ്പോൾ ആ ശരീരം നമ്മളെ എങ്ങനെയൊക്കെ പരിപാലിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളെ എങ്ങനെയൊക്കെ സംരക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കുക. അപ്പോൾ ആ ഒരു ശരീരഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്യുക, അതിന് ആ ഒരു ഏത് ഭാഗമാണോ നമുക്ക് അഫക്റ്റഡ് ആയിട്ടുള്ളത് അവിടെ നമ്മൾ മാനസികമായിട്ട് വളരെയധികം അപ്പോൾ ആ ഒരു ശരീരത്തിൻ്റെ മൊത്തം ഉത്തരവാദിത്തം നമ്മൾ തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു ഹവായിയൻ പ്രെയർ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു, ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ നമ്മളൊരു 108 തവണ പറയണം എന്നാണ് നമ്മൾ, അതൊരു മന്ത്രം പോലെ നമ്മൾ അങ്ങനെ ഒരു പറയാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഹീലാവും എന്നുള്ളതാണ് വിശ്വാസം. ഈ ഒരു ടെക്നിക്ക് ഇപ്പം നമുക്ക് മണി പ്രോബ്ലം, അതുപോലെ നമ്മുടെ ഹെൽത്ത് പ്രോബ്ലം, അതുപോലെ നമ്മുടെ റിലേഷൻഷിപ്പ്, എന്ത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ നന്മയുടെ വശം മാത്രം ചിന്തിക്കുക. നന്മ മാത്രമാണ് നമ്മുടെ ആത്യന്തികമായ ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. നമ്മൾ ചെയ്യുന്നത് എന്തും നമ്മളത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അത് നമ്മളിലേക്ക് തന്നെ ഒരു ബൂമറാങ് പോലെ വരും എന്നുള്ളതാണ് ഈ പ്രകൃതിയുടെ തന്നെ ഒരു നിയമം. അപ്പോൾ ഏറ്റവും നല്ല ഒരു ഹവായിയൻ പ്രെയർ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വീണ്ടും ഞാൻ പറയുകയാണ്, അതിൻ്റെ ആ ഒരു 4 ഫ്രേസസ് ഞാൻ ഒന്നും കൂടിയും പറഞ്ഞു തരികയാണ്. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇതാണ് ആ പ്രെയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിച്ച് വൻ വിജയങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. Thank you for watching and hearing me, and thank you for all your support. Okay, bye.